നമസ്കാരം. വേദിക് വിശ്വാസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2026 രോഹിണി നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്ന സവിശേഷമായ മാറ്റങ്ങളെയും നേട്ടങ്ങളെയും കുറിച്ചാണ്. പുരാണപ്രകാരം ചന്ദ്രൻ്റെ 27 പത്നിമാരിൽ ചന്ദ്രന് ഏറ്റവും പ്രിയപ്പെട്ടവളാണ് രോഹിണി. സൗന്ദര്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായിട്ടാണ് ഈ നക്ഷത്രത്തെ കണക്കാക്കുന്നത്. ആകാശം എന്ന അർത്ഥമുള്ള രോഹണം എന്ന പദത്തിൽ നിന്നാണ് രോഹിണി എന്ന പേരുണ്ടായത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എപ്പോഴും ഉയർച്ച ആഗ്രഹിക്കുന്നവരും കഠിനാധ്വാനം കൊണ്ട് അത് നേടിയെടുക്കുന്നവരുമാണ് രോഹിണി നക്ഷത്രക്കാർ. വൃഷഭരാശിയിൽ വരുന്ന ഈ നക്ഷത്രം സ്ഥിരതയുടെയും സർഗാത്മകതയുടെയും അടയാളം കൂടിയാണ്. 2026 ഗ്രഹനിലയനുസരിച്ച് രോഹിണി നക്ഷത്രക്കാർക്ക് ഇത് വലിയ വഴിത്തിരിവുകളുടെ വർഷമാണ്. ശനിയുടെയും വ്യാഴത്തിൻ്റെയും സഞ്ചാരപഥങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ സ്വാധീനം ചെലുത്തുമെന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ വിശദമായി പരിശോധിക്കുന്നുണ്ട്. 2026 കടക്കുമ്പോൾ രോഹിണി നക്ഷത്രക്കാർക്ക് ഇത് കേവലം ഒരു സാധാരണ വർഷമല്ല, മറിച്ച് ദീർഘനാളത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള വലിയൊരു ആശ്വാസത്തിൻ്റെയും പുരോഗതിയുടെയും കാലഘട്ടമാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നിങ്ങൾ അനുഭവിച്ചിരുന്ന മാനസികമായ വിഷമതകൾക്കും തൊഴിൽപരമായ തടസ്സങ്ങൾക്കും ഈ വർഷം ഒരു ശാശ്വത പരിഹാരം കാണാൻ സാധിക്കും. പലപ്പോഴും കയ്യെത്തും ദൂരത്ത് നഷ്ടപ്പെട്ടു പോയ ഭാഗ്യങ്ങൾ ഈ വർഷം നിങ്ങളെ തേടിയെത്തും എന്നതാണ് 2026 ഏറ്റവും വലിയ പ്രത്യേകത. ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജ്യോതിഷമാറ്റം സംഭവിക്കുന്നത് ജൂൺ മാസത്തിലാണ്. ദേവഗുരുവായ വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കടകത്തിലേക്ക് പ്രവേശിക്കുന്നത് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഒരു സുവർണകാലത്തിൻ്റെ തുടക്കമായിരിക്കും. വൃഷഭരാശിയിൽ ജനിച്ച നിങ്ങളെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ ഈ മാറ്റം ഭാഗ്യസ്ഥാനങ്ങളെ ഉണർത്തുകയും മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും അപ്രതീക്ഷിത വേഗതയിൽ നടപ്പിലാക്കാൻ സഹായിക്കുകയും ചെയ്യും. ഈ കാലയളവിൽ നിങ്ങളുടെ ആത്മവിശ്വാസത്തിൽ വലിയൊരു ഉണർവ് പ്രകടമാകും. മുൻപ് ഏതൊരു കാര്യത്തിനും മടിച്ചു നിന്നിരുന്ന സ്വഭാവം മാറി പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാനുള്ള വലിയൊരു മാനസിക ധൈര്യം നിങ്ങൾക്ക് കൈവരും. പരാജയഭീതി വെടിഞ്ഞ് വിജയത്തിലേക്കുള്ള ചുവടുവെപ്പുകൾ നടത്താൻ ഗ്രഹനില നിങ്ങളെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു. കോടതി കാര്യങ്ങളിലോ വസ്തുസംബന്ധമായ തർക്കങ്ങളിലോ അകപ്പെട്ടിരുന്നവർക്ക് അനുകൂലമായ വിധി ലഭിക്കാനോ സമാധാനപരമായ ഒത്തുതീർപ്പിലെത്താനോ ഈ വർഷം സാധിക്കും. കൂടാതെ സമൂഹത്തിൽ നിങ്ങളുടെ വാക്കുകൾക്ക് കൂടുതൽ വില ലഭിക്കുകയും കുടുംബത്തിലും സുഹൃത്തുക്കൾക്കിടയിലും നിങ്ങളുടെ അംഗീകാരം വർദ്ധിക്കുകയും ചെയ്യും. ദീർഘകാലമായി നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്ന തീർത്ഥാടന യാത്രകളോ വിനോദയാത്രകളോ ഈ വർഷം യാഥാർത്ഥ്യമാകും. ചുരുക്കത്തിൽ മനസ്സിൻ്റെ ഭാരം കുറയുന്നതും ജീവിതത്തിൽ വ്യക്തമായ ഒരു ലക്ഷ്യബോധമുണ്ടാകുന്നതുമായ ഒരു വർഷമായിരിക്കും രോഹിണി നക്ഷത്രക്കാർക്ക് 2026. പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോകാൻ പ്രകൃതി തന്നെ നിങ്ങൾക്ക് വഴി കാട്ടിത്തരുന്ന ഒരു അനുഭവമായിരിക്കും ഈ വർഷം പകർന്നു നൽകുക. തൊഴിൽ മേഖലയെ സംബന്ധിച്ച് രോഹിണി നക്ഷത്രക്കാർക്ക് 2026 വളരെ ക്രിയാത്മകമായ ഒരു വർഷമായിരിക്കും. ഉദ്യോഗസ്ഥർക്ക് തങ്ങളുടെ ജോലിസ്ഥലത്ത് അർഹമായ അംഗീകാരങ്ങൾ തേടിയെത്തുന്ന കാലമാണിത്. കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്നതിലൂടെ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും ഈ വർഷം വഴിതെളിക്കും. പ്രത്യേകിച്ച് ജൂൺ മാസത്തിലെ വ്യാഴമാറ്റം വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വലിയ അനുഗ്രഹമായി മാറും. തടസ്സപ്പെട്ട് കിടന്നിരുന്ന വിസ നടപടികൾ വേഗത്തിലാകാനും പുതിയ തൊഴിലവസരങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിങ്ങളെ തേടിയെത്താനും ഈ ഗ്രഹനില സഹായിക്കും. മേലുദ്യോഗസ്ഥരിൽ നിന്ന് വലിയ പിന്തുണ ലഭിക്കുന്നതിനാൽ ജോലിഭാരം കുറയുകയും
മാനസികമായ സംതൃപ്തി അനുഭവപ്പെടുകയും ചെയ്യും. ബിസിനസ് രംഗത്തുള്ളവർക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും 2026 ഏറ്റവും അനുയോജ്യമായ സമയമാണ്. രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപനായ ചന്ദ്രനും രാശ്യാധിപനായ ശുക്രനും അനുകൂലമായി വരുന്നതിനാൽ കല, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ആഭരണങ്ങൾ, വസ്ത്രവ്യാപാരം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത ലാഭം ഈ വർഷം പ്രതീക്ഷിക്കാം. കൃഷിയിലോ ഭക്ഷ്യവസ്തുക്കളുടെ വ്യാപാരത്തിലോ ഏർപ്പെട്ടിരിക്കുന്നവർക്കും മികച്ച വിളവെടുപ്പും വിപണിയും ലഭിക്കും. പങ്കാളിത്ത ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പരസ്പര വിശ്വാസം വർദ്ധിക്കുകയും പുതിയ നിക്ഷേപങ്ങളിലൂടെ ബിസിനസ് വിപുലീകരിക്കാൻ സാധിക്കുകയും ചെയ്യും. തൊഴിൽരഹിതരായ യുവാക്കൾക്ക് തങ്ങളുടെ അഭിരുചിക്കിണങ്ങിയ ജോലി കണ്ടെത്താൻ ഈ വർഷം സാധിക്കുമെന്നത് വലിയൊരു ആശ്വാസമായിരിക്കും. രോഹിണി നക്ഷത്രക്കാരായ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് 2026 പഠനകാര്യങ്ങളിൽ വലിയ കുതിച്ചുചാട്ടം നടത്താൻ സാധിക്കുന്ന ഒരു വർഷമാണ്. ബുദ്ധിയുടെയും ഏകാഗ്രതയുടെയും കാര്യത്തിൽ ഈ നക്ഷത്രക്കാർ പൊതുവെ മുന്നിലാണെങ്കിലും ഈ വർഷത്തെ ഗ്രഹനില ആ കഴിവിനെ കൂടുതൽ പ്രകാശമാനമാക്കും. പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിനായി തയ്യാറെടുക്കുന്നവർക്ക് തങ്ങൾ ആഗ്രഹിച്ച കോളേജുകളിലോ യൂണിവേഴ്സിറ്റികളിലോ പ്രവേശനം ലഭിക്കാൻ ഈ വർഷം അനുകൂല സാഹചര്യങ്ങൾ ഒരുങ്ങും. പഠനത്തിൽ മുൻപുണ്ടായിരുന്ന മടുപ്പോ ശ്രദ്ധക്കുറവോ മാറി പുതിയ കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് കൈവരും. ശാസ്ത്രം, കല, നയതന്ത്രം, ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിൽ പഠിക്കുന്നവർക്ക് ഈ വർഷം മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് 2026 രണ്ടാം പകുതി അതീവ ഗുണകരമാണ്. ചിട്ടയായ പരിശ്രമം നടത്തിയാൽ സർക്കാർ ജോലി സംബന്ധമായ പരീക്ഷകളിലും പ്രവേശന പരീക്ഷകളിലും ഉന്നത വിജയം നേടാൻ സാധിക്കും. വിദേശത്ത് പോയി ഉപരിപഠനം നടത്താൻ ആഗ്രഹിക്കുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് തടസ്സങ്ങൾ നീങ്ങി വിസയും മറ്റ് രേഖകളും വേഗത്തിൽ ശരിയാകാൻ ഈ വർഷത്തെ വ്യാഴമാറ്റം സഹായിക്കും. ഗവേഷണ രംഗത്തുള്ളവർക്ക് തങ്ങളുടെ പ്രബന്ധങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാനും അംഗീകാരങ്ങൾ നേടിയെടുക്കാനും സാധിക്കും. അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നത് പഠനഭാരം കുറയ്ക്കാനും ആത്മവിശ്വാസത്തോടെ പരീക്ഷകളെ നേരിടാനും നിങ്ങളെ പ്രാപ്തരാക്കും. സാമ്പത്തികമായി വിശകലനം ചെയ്യുമ്പോൾ രോഹിണി നക്ഷത്രക്കാർക്ക് 2026 സമ്പാദ്യത്തിൻ്റെയും സാമ്പത്തിക ഭദ്രതയുടെയും വർഷമായിരിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളെ അലട്ടിയിരുന്ന കടബാധ്യതകൾ കുറയ്ക്കാനും കൃത്യമായ സാമ്പത്തിക ആസൂത്രണം നടത്താനും ഈ വർഷം നിങ്ങൾക്ക് സാധിക്കും. ജൂൺ മാസത്തിന് ശേഷം വ്യാഴം ഉച്ചരാശിയിലെത്തുന്നതോടെ ധനലഭ്യത വർദ്ധിക്കുകയും ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം വരാനുള്ള വഴികൾ തുറക്കപ്പെടുകയും ചെയ്യും. പിതൃസ്വത്ത് ലഭിക്കാനോ അല്ലെങ്കിൽ ദീർഘകാലമായി മുടങ്ങിക്കിടന്ന കുടിശ്ശികകൾ അപ്രതീക്ഷിതമായി കയ്യിൽ വന്നു ചേരാനോ ഈ ഗ്രഹനില കാരണമാകും. പുതിയ നിക്ഷേപങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓഹരി വിപണിയിലോ റിയൽ എസ്റ്റേറ്റ് മേഖലയിലോ ഗുണപരമായ മാറ്റങ്ങൾ ഈ വർഷം പ്രതീക്ഷിക്കാം. എങ്കിലും പണമിടപാടുകളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ട ചില കാലയളവുകളും ഈ വർഷത്തിലുണ്ട്. പ്രത്യേകിച്ച് ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ അനാവശ്യമായ ആഡംബരങ്ങൾക്കായി പണം ചിലവഴിക്കുന്നത് നിയന്ത്രിക്കണം. വീട് നിർമ്മാണമോ വാഹനമോ വാങ്ങാൻ ആഗ്രഹിക്കുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് വായ്പാ സൗകര്യങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാകുമെങ്കിലും തിരിച്ചടവ് ശേഷി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കാൻ ശ്രദ്ധിക്കുക. ലോട്ടറി അല്ലെങ്കിൽ ഊഹക്കച്ചവടം എന്നിവയിലൂടെ അവിചാരിത ലാഭം വരാൻ സാധ്യതയുണ്ടെങ്കിലും പണം കൈകാര്യം ചെയ്യുന്നതിൽ മിതത്വം പാലിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമാകും. ചുരുക്കത്തിൽ കൃത്യമായ പ്ലാനിങ്ങിലൂടെ നിങ്ങളുടെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കാൻ സാധിക്കുന്ന ഒരു മികച്ച വർഷമായിരിക്കും ഇത്. കുടുംബജീവിതത്തെയും പ്രണയത്തെയും സംബന്ധിച്ചിടത്തോളം രോഹിണി നക്ഷത്രക്കാർക്ക് 2026
വളരെ സവിശേഷമായ അനുഭവങ്ങളാണ് കാത്തുവച്ചിരിക്കുന്നത്. ഇതിന് പ്രധാന കാരണം ഈ വർഷത്തെ സുപ്രധാന ഗ്രഹമാറ്റങ്ങളാണ്. ജൂൺ മാസത്തിൽ ഭാഗ്യസ്ഥാനാധിപനായ വ്യാഴം ഉച്ചരാശിയായ കർക്കടകത്തിൽ പ്രവേശിക്കുന്നതോടെ കുടുംബത്തിൽ ദീർഘനാളായി നിലനിന്നിരുന്ന കടുത്ത അസ്വാരസ്യങ്ങളും തർക്കങ്ങളും ഒഴിഞ്ഞു മാറും. രോഹിണി നക്ഷത്രം ഉൾപ്പെടുന്ന വൃഷഭരാശിയുടെ അധിപനായ ശുക്രൻ അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുമായി ഉണ്ടായിരുന്ന ഈഗോ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും പരസ്പര വിശ്വാസവും സ്നേഹവും വർദ്ധിക്കുകയും ചെയ്യും. വിട്ടുനിന്നിരുന്ന ബന്ധുക്കൾ ഒത്തുചേരാനും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും ഈ വർഷത്തെ ഗ്രഹനില അതീവ അനുയോജ്യമാണ്. വിവാഹപ്രായമെത്തിയ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വർഷം മംഗല്യയോഗത്തിൻ്റെ കാലമാണ്. വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടി 7ാം ഭാവത്തിൽ പതിക്കുന്നതിനാൽ തടസ്സപ്പെട്ട് കിടന്നിരുന്ന ആലോചനകൾ പെട്ടെന്ന് തീരുമാനമാകാനും നിങ്ങൾക്ക് എല്ലാവിധത്തിലും അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താനും സാധിക്കും. പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് രാഹു കേതുക്കളുടെ മാറ്റം അനുകൂലമാകുന്നതോടെ വീട്ടുകാരുടെ സമ്മതം നേടിയെടുക്കാനും ബന്ധം വിവാഹത്തിലേക്ക് എത്തിക്കാനും സാധിക്കും. അതുപോലെ തന്നെ സന്താനസ്ഥാനമായ 5ാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ സ്വാധീനം വരുന്നത് പുതിയ അതിഥിക്കായി കാത്തിരിക്കുന്ന ദമ്പതികൾക്ക് സന്താനഭാഗ്യം സിദ്ധിക്കാനും കുടുംബത്തിൽ സന്തോഷവാർത്തകളെത്താനും കാരണമാകും. സഹോദരസ്ഥാനത്ത് ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും അനുകൂല ദൃഷ്ടി പതിക്കുന്നതിനാൽ സഹോദരങ്ങളിൽ നിന്ന് സാമ്പത്തികവും മാനസികവുമായ വലിയ പിന്തുണ ഈ വർഷം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ രോഹിണി നക്ഷത്രക്കാർക്ക് 2026 പൊതുവെ തൃപ്തികരമായ ഒരു വർഷമായിരിക്കും. എങ്കിലും ജ്യോതിഷപരമായി ചില കാര്യങ്ങളിൽ മുൻകരുതലെടുക്കുന്നത് നന്നായിരിക്കും. രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപൻ ചന്ദ്രനായതുകൊണ്ടും ശനിയുടെ സഞ്ചാരം രാഹുവിൻ്റെ സ്വാധീനമുള്ള മേഖലകളിലൂടെ കടന്നു പോകുന്നതുകൊണ്ടും മാനസികാരോഗ്യം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കാനും മനസ്സിനെ ശാന്തമായി നിലനിർത്താനും യോഗയോ ധ്യാനമോ ശീലിക്കുന്നത് ഈ വർഷം നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യും. ശാരീരികമായി വലിയ രോഗാരിഷ്ടതകൾ കാണുന്നില്ലെങ്കിലും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ചെറിയ അസ്വസ്ഥതകൾ അവഗണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഗ്രഹനിലയനുസരിച്ച് 6ാം ഭാവത്തിലെ ഗ്രഹസ്വാധീനം ദഹനവ്യവസ്ഥയെയും വായു സംബന്ധമായ അസുഖങ്ങളെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ഭക്ഷണകാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തണം. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്തതും അമിതമായ എരിവും പുളിയും ഉപയോഗിക്കുന്നതും വയറുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾക്ക് കാരണമായേക്കാം. പ്രത്യേകിച്ച് വ്യാഴം കർക്കടകത്തിലേക്ക് മാറുന്ന ജൂൺ മാസത്തിന് ശേഷം ഭക്ഷണപ്രിയരായ രോഹിണി നക്ഷത്രക്കാർ ശരീരഭാരം വർദ്ധിക്കാതെ നോക്കേണ്ടതുണ്ട്. ശനി കുംഭം രാശിയിൽ തുടരുന്നത് കാലുകൾക്കോ സന്ധികൾക്കോ ചെറിയ വേദനകൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ പതിവ് വ്യായാമങ്ങളും നടത്തവും ജീവിതചര്യയുടെ ഭാഗമാക്കുക. കൃത്യമായ വിശ്രമവും മിതമായ ഭക്ഷണവും പാലിക്കുകയാണെങ്കിൽ 2026 മികച്ച ആരോഗ്യത്തോടെ മുന്നോട്ടു പോകാൻ നിങ്ങൾക്ക് സാധിക്കും. 2026 ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനും വരാനിരിക്കുന്ന ചെറിയ തടസ്സങ്ങളെ അതിജീവിക്കാനും രോഹിണി നക്ഷത്രക്കാർ ചില ജ്യോതിഷ പരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമായിരിക്കും. രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപൻ ചന്ദ്രനായതുകൊണ്ടും മനസ്സിൻ്റെ കാരകൻ ചന്ദ്രനായതുകൊണ്ടും മാനസികമായ തെളിച്ചത്തിനും ഐശ്വര്യത്തിനുമായി തിങ്കളാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുന്നത് ഏറ്റവും വലിയ പരിഹാരമാർഗമാണ്. തിങ്കളാഴ്ചകളിൽ ചന്ദ്രികാ ഭഗവതിയെയോ അല്ലെങ്കിൽ ശിവനെയോ ഭജിക്കുന്നത് മനസ്സമാധാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കൂടാതെ ജന്മനക്ഷത്ര ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തി ധാര, പിൻവിളക്ക്, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവ വഴിപാടായി സമർപ്പിക്കുന്നത് ദോഷഫലങ്ങൾ അകറ്റാൻ ഉത്തമമാണ്.
ഈ വർഷം വ്യാഴത്തിൻ്റെ അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കാൻ വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതോ കൃഷ്ണക്ഷേത്ര ദർശനം നടത്തുന്നതോ നന്നായിരിക്കും. രോഹിണി നക്ഷത്രക്കാർക്ക് ചന്ദ്രപ്രീതിക്കായി വെളുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും പാവപ്പെട്ടവർക്ക് വെളുത്ത വസ്ത്രമോ പാലോ അരിയോ ദാനം ചെയ്യുന്നതും നെഗറ്റീവ് ഊർജത്തെ അകറ്റി നിർത്താൻ സഹായിക്കും. കൂടാതെ നിത്യവും ഓം നമഃശിവായ മന്ത്രം ജപിക്കുന്നതും പൗർണമി നാളുകളിൽ സത്യനാരായണ പൂജയിലോ ഭഗവതി സേവയിലോ പങ്കുചേരുന്നതും ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരും. ഗ്രഹനിലയിലെ ചെറിയ ദോഷങ്ങളെപ്പോലും ഇല്ലാതാക്കി 2026 സഫലമാക്കാൻ ഈ ലളിതമായ പരിഹാരങ്ങൾ നിങ്ങളെ സഹായിക്കും. രോഹിണി നക്ഷത്രക്കാർക്ക് 2026 വർഷം എല്ലാവിധ ഐശ്വര്യങ്ങളും ഐശ്വര്യപൂർണമായ നേട്ടങ്ങളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഗ്രഹനിലകൾ അനുകൂലമാണെങ്കിലും നിങ്ങളുടെ കഠിനാധ്വാനവും പോസിറ്റീവായ ചിന്താഗതിയുമാണ് ജീവിതത്തിൽ വിജയം കൊണ്ടുവരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചുവെന്നും ജീവിതത്തിൽ ഒരു പുതിയ ദിശാബോധം നൽകിയെന്നും വിശ്വസിക്കുന്നു. ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഇതിനൊരു ദക്ഷിണയായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ ഉള്ള 3 വാട്സപ്പ് ഗ്രൂപ്പുകളിലെങ്കിലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ഓരോ ഷെയറും ഞങ്ങൾക്ക് വലിയൊരു പ്രോത്സാഹനമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് 2026 വർഷം എല്ലാവിധ ഐശ്വര്യങ്ങളും നേട്ടങ്ങളും നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ജ്യോതിഷ വാർത്തകൾക്കായി വേദിക് വിശ്വാസ് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.